ഈ കഴിഞ്ഞ ദിവസം 2-3 പേരോട് സംസാരിക്കേണ്ടി വന്നപ്പം ഞാൻ എന്ത് ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത് എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സർവീസസ് എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പം അതിലൊരു ലേഡി അവരെന്നോട് ചോദിച്ചത് ശരിക്കും ഒരു ബിഗിനർ ലെവലിലുള്ള ഒരാളാണ്. അപ്പം അവർ ശരിക്കും ചോദിക്കുന്നത് എനിക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാമോ? ഞാൻ എപ്പോഴും ഇങ്ങനെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ പോസ്റ്റുകൾ കാണാറുണ്ട്, പക്ഷെ അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റുമോ? അവർ പറഞ്ഞത് ഞാൻ എഴുതുന്നൊക്കെ അവർ വായിക്കാറുണ്ട്, സ്റ്റിൽ അവർക്ക് അപ്പോഴും കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയാവുന്ന പോലെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. അതായത് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും അവർ ചോദിച്ചു ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഇതേപോലെ ഒരു ചിന്ത ഉണ്ടെങ്കിലോ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ പറയാമെന്ന് കരുതിയിട്ട് ആണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നതോ ഇൻസ്റ്റഗ്രാം റീൽ ചെയ്യുന്നതോ മാത്രമല്ല, ഒരു ബ്രാൻഡിന്റെ ശബ്ദം ശരിയായ ആളുകളിലേക്ക് ശരിയായ സമയത്ത് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഒരു ബിസിനസ്സിനെയും സർവീസിനെയും അല്ലെങ്കിൽ ഒരു ഐഡിയയെ മനുഷ്യരുടെ മുന്നിൽ എത്തിച്ചിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് അവരെ കസ്റ്റമർ ആക്കുന്നതാണ് ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഇപ്പം ഞാൻ ഒരു വേർഡ് വാരിയർ എന്നൊരു ബ്രാൻഡിന്റെ ഭാഗത്ത് നിന്നോട് പറയുമ്പോൾ ഞാൻ പറയും ഇത് ശരിക്കും ഫോളോവേഴ്സ് കൂട്ടുന്നൊരു പരിപാടിയോ അല്ലെങ്കിൽ അൽഗോരിതത്തിന് പിന്നാലെ ഓടുന്ന ഒരു റേസ് ഒന്നും അല്ല. ഇറ്റ്സ് പ്യോർലി എന്താ പറയാ ഒരു സൈക്കോളജിയാണ്, ആ കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയാം. അതും അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് ഇറ്റ്സ് വിസിബിലിറ്റി വിത്ത് പേർപ്പസ് എന്ന് പറയാം. അപ്പം ഒരു ചെറിയ ബിസിനസ്സിന് നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് ആൾക്കാരോട് പറയാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇത്. ഇപ്പം ഒരു ഹോം മേക്കറിന്റെ എന്തെങ്കിലും ഒരു കേക്ക് ഷോപ്പ് പോലത്തെ എന്തെങ്കിലും ഹോം മേക്കറിന്റെ ഒരു ടാലന്റ്, ഒരു ലോക്കൽ ഷോപ്പിന്റെ ഡ്രീം, ഒരു സ്റ്റാർട്ടപ്പിന്റെ സ്ട്രഗിള്, ഒരു ടീച്ചറിന്റെ കയ്യിലുള്ള നോളജ്, ഒരു ആർട്ടിസ്റ്റിന്റെ ഐഡന്റിറ്റി, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു ബ്രിഡ്ജ്. അപ്പം ഈ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെയിൽസ് മാത്രമല്ല ഉണ്ടാക്കുന്നത്, കണക്ഷൻ ഉണ്ടാക്കും, ട്രസ്റ്റ് ഉണ്ടാക്കും, ബ്രാൻഡ് മെമ്മറി ഉണ്ടാക്കും. ഇന്നത്തെ ലോകത്തെ ആൾക്കാർ പ്രൊഡക്ട്സ് മാത്രമല്ല വാങ്ങുന്നത്, അവർ ഇമോഷൻസ് വാങ്ങുന്നുണ്ട്, റിലേറ്റീവ് വാങ്ങുന്നുണ്ട്, ട്രസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഓൾസോ.